നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ്. കേസെടുത്തത് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കീർത്തി ചേരുകയാണ്. കീർത്തി, ഒരു സ്ത്രീ അടക്കം 6 പേർക്കെതിരെയാണ് നിവിൻ പോളിക്കും അതുപോലെ മറ്റൊരു സ്ത്രീക്കുമെതിരെ 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിശദാംശങ്ങൾ. നിഗമ വലിയൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ നോക്കിക്കണ്ടത്. കാരണം ജനപ്രിയ നടനായ നിവിൻ പോളിക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീഡന കേസ് എറണാകുളം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ 6ഓളം പ്രതികളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. 2ാം പ്രതിയായിരുന്നത് AK സുനിൽ എന്ന നിർമ്മാതാവാണ് ഈ കേസിലെ 2ാം പ്രതി. 2023 വിദേശത്ത് വെച്ചാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. വിദേശത്ത് ഈ യുവതി മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് പോയത്. അതിനിടയിലാണ് പരാതിക്കാസ്പദമായ സംഭവം അവിടെ വെച്ച് നടക്കുന്നത്. ഒരു വനിതാ സുഹൃത്താണ് തന്നെ നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ കേസിൽ മൊത്തം 6 പ്രതികൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിവിൻ പോളി, ഈ പരാതിക്കാരിയുടെ ഈ വനിതാ സുഹൃത്ത്, മറ്റു 4 പേർ, അതിലൊരാളാണ് ഈ നിർമ്മാതാവായ AK സുനിൽ എന്നിവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്രത്യേക അന്വേഷണ സംഘം SIT യുവതി സമീപിക്കുകയും SIT ഈ വിവരം ഊന്നുകൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു പീഡന കേസിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുക്കുക. അതിൽ 6ാം പ്രതിയായി ഒരു ജനപ്രിയ നടനായ നിവിൻ പോളിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തുക എന്ന ഗുരുതരമായ സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾ അവർ നേരിട്ട പലതരത്തിലുള്ള വിവേചനം, ലൈംഗികാതിക്രമം ഒക്കെ മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പല തരത്തിൽ ഇമെയിൽ മുഖേനയും ഒപ്പം തന്നെ നേരിട്ടും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ തന്നെ പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ നവംബറിൽ നടന്ന ഈ ഒരു സംഭവം. അത് വിദേശത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ മറ്റൊരു ജോലി ചെയ്തു വരികയായിരുന്നു ഈ യുവതിയെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിൽ നിവിൻ പോളിക്കുള്ള പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ വരുന്നതേ ഉള്ളൂ. കാരണം നിവിൻ പോളി ഇതിൽ 6ാം പ്രതിയാണ്. അതുകൊണ്ട് നിവിൻ പോളിക്ക് ഈ സംഭവത്തിൽ നേരിട്ട് ബന്ധമുണ്ട്. എന്താണ് നിവിൻ പോളിക്ക് സംഭവവുമായുള്ള ബന്ധം, നിവിൻ പോളിയുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ അറിഞ്ഞു വരേണ്ട. അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കേസിലെ 2ാം പ്രതി AK സുനിൽ എന്ന നിർമ്മാതാവാണ്. AK സുനിൽ തൃശൂർ സ്വദേശിയാണ്. ഈ സുനിൽ അറിയപ്പെടുന്നത് രാഗം സുനിൽ എന്ന പേരിലാണ്. ഈ വിദേശത്ത് ദുബായിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വനിത ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. നിവിൻ പോളി കേസിൽ 6ാം പ്രതി, 2ാം പ്രതിയായ ഈ നിർമ്മാതാവ് AK സുനിലും ഈ വനിതാ സുഹൃത്ത് ശ്രേയയും മറ്റ് 2 പേർ ബഷീർ, കുട്ടൻ എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. കീർത്തി, അതായത് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 പേരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിവിൻ പോളി 6ാമത്തെ പ്രതിയാണ്. 2ാം പ്രതി എന്ന് പറയുന്നത് രാഗം സുനിൽ എന്നറിയപ്പെടുന്ന AK സുനിൽ. മറ്റ് 3 പേരുടെ പേരുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. പക്ഷേ ഒരാളുടെ പേര് മിസ്സിംഗ് ആണ്. അത്തരത്തിൽ വിവരം നമുക്ക് ലഭ്യമാണോ? കേസിൽ 6 പ്രതികൾ ഉണ്ടെന്നല്ലേ അനുമാനിക്കേണ്ടത്? അതെ നിലവ, കേസിൽ 6 പ്രതികളുണ്ട്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. 2ാം പ്രതിയായാണ് ഇപ്പോൾ AK സുനിൽ, നിർമ്മാതാവായ AK സുനിൽ. നേരത്തെ നിലവ സൂചിപ്പിച്ചതുപോലെ രാഗം സുനിൽ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. തൃശൂർ സ്വദേശിയാണ്. മറ്റു 3 പേർ, ഒരു വനിതാ സുഹൃത്ത് ഉണ്ടെന്ന് പറയുന്ന കേസിൽ ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവ 5 ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ 1ാം പ്രതി ആരാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ്. ഇപ്പോൾ 5 ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിദേശത്ത്, അതായത് ദുബായിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നേര്യമംഗലം സ്വദേശിനിയാണ്. അവിടെ ദുബായിൽ മറ്റൊരു ജോലി ചെയ്തു വരികയായിരുന്നു ഈ യുവതി. അങ്ങനെയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതിൽ ഈ നടനായ നിവിൻ പോളിക്കുള്ള പങ്ക് എന്താണ്? ഈ വനിതാ സുഹൃത്തിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. ഈ വനിതാ സുഹൃത്താണ് ഈ നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2ാം പ്രതിക്ക് കേസിലുള്ള പങ്കെന്താണ്? മറ്റ് 2 പേർ ബഷീർ, കുട്ടൻ ഇവരൊക്കെ
ഇവർക്കൊക്കെ ഈ കേസിലുള്ള പങ്ക് എന്താണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ യുവതി എന്ത് മുഖേനയാണ്, ഇമെയിൽ മുഖേനയാണോ പരാതി നൽകിയത്? അങ്ങനെയാണെങ്കിൽ യുവതി വിദേശത്ത് തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ടെലിഫോണിലൂടെ ആയിരിക്കും ഈയുള്ള മൊഴിയെടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. ഈ യുവതി ആദ്യം തന്നെ ചെല്ലുന്നത് SITയുടെ മുന്നിലാണ്. ഇമെയിൽ വഴിയാണോ പരാതി നൽകിയിരിക്കുന്നത്? അക്കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടോ? ഇല്ല നീലിമ, അതിൽ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ യുവതി ഇപ്പോഴും വിദേശത്ത് തന്നെയാണോ ഉള്ളത്, നാട്ടിലാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇമെയിൽ മുഖേനയും പരാതി നൽകാം. ഇതിനു മുന്നേ ഈ നടന്മാർക്കെതിരൊക്കെ കേസ് രജിസ്റ്റർ ചെയ്താൽ പല പരാതികളും ഇമെയിൽ വഴിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇതും ഇമെയിൽ മുഖേന തന്നെ പരാതി വന്നതാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ യുവതി നാട്ടിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മൊഴിയെടുക്കലൊക്കെ തുടർ നടപടികളൊക്കെ നേരിട്ട് തന്നെയായിരിക്കും. എന്തായാലും ടെലിഫോണിലൂടെ ആയിരിക്കും മൊഴിയെടുക്കലൊക്കെ നടന്നിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. ഈ യുവതി വിദേശത്താണെങ്കിൽ അതിനായിരിക്കും സാധ്യത. എന്തായാലും ഈ യുവതി ആദ്യം തന്നെ ചെല്ലുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ്. അതിനുശേഷം ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നീലിമ.